അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ 5:30 കേട്ടോ. രാജേട്ടൻ നേരത്തെ പണി മാറ്റി വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ണാനൊന്നും വന്നിട്ടില്ല. അപ്പം ഒന്ന് ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കുന്നക്കാവിലേക്ക് പോയിരുന്നു. അപ്പോസ് കൊണ്ട് പോയിട്ട് യൂണിഫോമിൻ്റെ കടയിൽ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോഴേ പാൻറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ഷർട്ട് പീസ് എപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അത് കൊണ്ടു കൊടുക്കട്ടെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ തറവാട്ട് കൂടെ പോയി കുറച്ച് കഴിക്കുന്നേ വരുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ചായക്ക് ഞാനേ ഇന്ന് വരുമ്പോൾ എന്ത് ചെയ്തു, കടലപ്പൊടി ഇല്ലേ, കടലപ്പൊടിയും മൈദയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കാച്ചിട്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, നമ്മുടെ മേലെ കുഴിച്ചിട്ട് അതിലേ വഴുതനങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ വഴുതന വെച്ചിട്ട് നമുക്കൊരു ബജ്ജി പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഉപ്പേരി വെച്ചാലൊന്നും മക്കൾ കഴിക്കില്ല കേട്ടോ, ആരും കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ആക്കിയാൽ നമുക്ക് അവരെ വയറ്റിക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്. കച്ചമുളക് ചിക്കൻ മസാലപ്പൊടി കിട്ടാം, നല്ല ഫ്ലേവറാണ് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഇവിടെ ഇന്ന് എന്താ ഏട്ടൻ്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വന്നത്, ഇന്നലെ 5 മണി 5:30 ആയിരുന്നു, 6 മണിയായി. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാമദാസിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അന്ന് ഞാൻ കല്യാണ നിശ്ചയത്തിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലീവാണ് എടുത്തത്. ഇനിയിപ്പോൾ നാളെ രാവിലെ പോകണം. അപ്പോൾ ഇവിടെ ഉണ്ട്. ഞാൻ വന്നിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നുമില്ല. അവൻ നോക്കുമ്പോൾ ഓളൊന്നും കഴിക്കില്ല കേട്ടോ. ഓളെ എണ്ണക്കടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല. അപ്പം എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്ന് കൊടുക്കണ്ടേ, ഇവിടെ വരുമ്പോഴല്ലേ. അതൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ മേലെ ഉണ്ട്. അപ്പം മഴ കൊണ്ട് മേലെ കയറലുമില്ല. അങ്ങനെ വഴുക്കലുണ്ട്, നല്ല വഴുക്കലുണ്ട്. അത് നല്ല പോയി നോക്കട്ടെ. എന്നിട്ട് അപ്പോൾ അതാ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കുറച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇന്നലെ അതുപോലെ വൈകിട്ട് നമ്മൾ വന്നിട്ട് ഞങ്ങൾ പൊറാട്ട മേടിച്ചിട്ടോ. അപ്പോൾ പൊറാട്ട ഒന്നും കഴിക്കില്ല. അപ്പം ആ കോഴികളോടൊക്കെ തല്ലോടും. ചിക്കൻ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, കറി വെക്കാച്ചിട്ടേ. അവിടെ അവർ ഹോസ്റ്റലിൽ തന്നെ വെക്കലാട്ടോ. അപ്പോൾ നമ്മളവിടെ വരുമ്പോഴല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് മുരിങ്ങയില അവിടെ കിട്ടില്ലല്ലോ. കർമ്മൂസ ഉപ്പേരി വെച്ചൊന്ന്. പിന്നെ ഇന്ന് മുരിങ്ങയില താളിപ്പും ഉണ്ടായിരുന്നു. മീൻ ഇറച്ചിയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലേ. അപ്പം ഇന്നിപ്പോൾ പുറത്താണെങ്കിലും കടയിലെങ്കിലും മേടിച്ച് കഴിക്കുക. അപ്പോൾ മുരിങ്ങക്കറി നമ്മൾ കടയിൽ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പം ഇനി ഇവിടെയൊക്കെ സെറ്റാക്കാനുണ്ട്. അടിച്ചു വരാൻ നമുക്കുണ്ട് കേട്ടോ. പുട്ടാണുണ്ട്. ഇതിലൊക്കെ ഉറുമ്പ് വന്നു. കോഴിയെ കൊടുക്കാം. ഇവിടെ നിന്ന് സാധനം വേസ്റ്റ് ആവുന്നില്ല കേട്ടോ മക്കളെ. ഉറുമ്പ് വന്നു. അപ്പം ഇത് കൊടുത്തിട്ടേ കോഴിയെ കൊടുത്തിട്ട് വാർപ്പിൻ്റെ മേലേക്ക് പോട്ടെ. ഇതിൻ്റെ മേലേക്കായിട്ട് നല്ല വഴുക്കലുണ്ട്. പച്ച കളറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കയറിക്കോട്ടെ. ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ കയറലാവും. കയറിക്കോട്ടെ. നമ്മളെ വാർപ്പിൻ്റെ മേലെ കണ്ട വെള്ളം നിന്നിട്ടേ. ഇവിടെ ഒന്നാമത് എന്താ വെച്ചിട്ടാ, നമ്മൾ നിരത്തിയിട്ടില്ല, പാരപ്പറ്റ് കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ വെള്ളം അങ്ങനെ നിൽക്കണത്. അപ്പോൾ കണ്ട വഴുതന ഇതൊക്കെ മഴയായിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. ഇതൊക്കെ ആയെണ്ണു അല്ലാണ്ട് അങ്ങോട്ട് ഇതാവണേൻ്റെ മുന്നേ നമുക്കിതൊക്കെ പറിക്കാം. ഇതുണ്ടോ, ഇത് വേറെ കളറും. ഇതുണ്ടോ വഴുതന, ഇത് നല്ലൊരു വയലറ്റ് കളറ്. ഇത് കണ്ടോ, ഒരെണ്ണത്തിലും നല്ലത് വേറെ കളറല്ലേ, വെള്ള പോലെ പച്ച, ലൈറ്റ് പച്ച അല്ലേ. ഇതൊക്കെ ഇനി വലുതാവില്ല തോന്നുന്നുണ്ട്. ഇത് കേടൊന്നു, എന്നാലും പറിക്കാം. തക്കാളിയൊക്കെ ഉണ്ടല്ലോ. തക്കാളിക്കൊക്കെ നമുക്കിനി ഒരു ഞെടി കൊടുക്കണം, ഒരു വടി വെച്ചിട്ട്. അത് പൂവിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് മറിഞ്ഞ് കിടക്കുക. ഇതുണ്ട് മഴ പെയ്തിട്ടേ പൂവിടൊക്കെ ഉണ്ട്. നമുക്കിതും കൂടെ പറിക്കാം. പച്ചമുളക് ഇപ്രാവശ്യം ഇതിൽ ഈ 3 എണ്ണേ ഉള്ളൂ കേട്ടോ. മറ്റത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചല്ലേ. ഇതിലൊക്കെ പൂവ് വരുന്നുണ്ട്. ഒന്നും നല്ല പോലെ ഒന്ന് എന്താ കോഴിക്കാട്ടവും വെണ്ണീറൊക്കെ ഇട്ട് കൊടുക്കുക. ഈ വഴുക്കൽ കാരണം പേടി, ഒറ്റയ്ക്ക് എനിക്ക് കയറാൻ പറ്റണില്ല. വീണാ അറിയില്ലല്ലോ. മഞ്ഞളേ ഈ ചാക്കിലാണ് കുഴിച്ചിട്ടിട്ട്, പക്ഷേ ഈ ചാക്കൊക്കെ ദ്രവിച്ചു പോയണം. മഞ്ഞൾ ഓരോ ചാക്കിൽ ഇപ്രാവശ്യം എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടേ കുഴിച്ചിട്ടാണ്. ഇവിടെ ഞാനേ ചേന കുഴിച്ചിട്ടുണ്ടായിരുന്നു. ചേന അതുണ്ടാവുന്നുണ്ട് തോന്നുന്നുണ്ട്. മുള വരുന്നുണ്ട്. ചേനയും മഞ്ഞളും അങ്ങനെയൊക്കെ. ചീരയൊക്കെ ആ കൊട്ടല്ലേ, അത് മഴ പെയ്ത പച്ച പോകും. ചീരയുടെ കൊട്ട. കാന്താരി മുളക് വെച്ചാണ്. നമ്മൾ കുറച്ച് പറിച്ചു.
വേണ്ട കാന്താരി പഴുത്തുണ്ടതിൽ താഴേന്ന് കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ കഴിച്ചിട്ടാണ് പഴുത്തുണ്ട്. അപ്പം നമുക്ക് വഴുതന കിട്ടിയത് കാട്ടിത്തരാം. ഇത് ഒക്കെ ഒന്നും വേണ്ടല്ലടി, കുറച്ചുണ്ടാക്കി വെക്കാം നമുക്ക് അല്ലേ. രസം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. എന്താ ഇത്ര കിട്ടി, ഇത് വെച്ചിട്ട് നമുക്കൊന്നൊരു ബജ്ജി ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കാം രസം ഉണ്ടോ ഇല്ലയെന്നോ, പിന്നെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാം. കുറച്ച് വെള്ളത്തിലേ ഉപ്പിട്ടുന്നു, എന്നാൽ അതിലേക്ക് ഇങ്ങനെ പിടിക്കുകയും ചെയ്തോളും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത്ര വലുപ്പം ഉണ്ടായിക്കോട്ടെ അല്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കാം. എണ്ണയിലിട്ടാൽ വേഗം ഒന്ന് ഫ്രൈ ആയിക്കോളും. കുറച്ചിങ്ങനെ എടുക്കട്ടെ. ഏതായാലും ഇതുണ്ടാക്കല്ലേ, ഒരു ചെറിയൊരു കിഴങ്ങിൻ്റെയും കൂടെ എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലിട്ടിട്ട് വറുത്തെടുക്കാം. കിഴങ്ങൊക്കെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കും കേട്ടോ, പക്ഷേ ഈ വഴുതനയാണ് പ്രശ്നക്കാരൻ. കടലമാവ് കുറച്ചെടുക്കട്ടെ. ഇത്തിരി കടലമാവും അതുപോലെ മൈദയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാക്കാം കുട്ടികൾക്ക്. കുറച്ച് കടലമാവ്, കുറേ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, അപ്പോൾ കുറച്ച് മതി. ഇതുപോലെ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു. അപ്പോഴാണ് രാജ്യത്ത് പണിമാറ്റി വരുമ്പോഴേ പരിപ്പടം ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതും ചായയും കുടിച്ചു. ഇന്നിപ്പം ഇത് ഏതായാലും വിചാരിച്ചതല്ലേ വെച്ചിട്ടേ അത്ര മതി. നമുക്കെന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. മറ്റേ ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇതിൽ കുറച്ച് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇത്തിരി മണവും ഒക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പം അതിന് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇടാം. പിന്നെ കുറച്ച് മുളക് പൊടി, മീൻ. പിന്നെ നമ്മൾ ഒരു മിനിറ്റ് ബേക്കിംഗ് സോഡ ഉണ്ടാകുന്നത് അവിടെ തരട്ടെ കേട്ടോ. ഇവിടേക്ക് വെച്ചേന്ന് നോക്കട്ടെ. ഇതല്ല, ഇതെന്താ അറിയോ, കോൺഫ്ലവർ. അതുകൂടാ ഒരു ഇരിക്കട്ടെ ഒക്കെ അല്ലേ, ഒക്കെ രസം ഉണ്ടാക്കാം. കോൺഫ്ലവർ ഇട്ടാൽ രസമൊക്കെ ഉണ്ടാവും. അത് നല്ല കുറച്ചിടാം. പിന്നെ അത് മതി അല്ലേ. വെള്ളം നല്ലപോലെ മിക്സ് ചെയ്യട്ടെ. വെള്ളം ഏറിയോ? ഞാനേ വീഡിയോ എടുക്കുമ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് കേട്ടോ, അവരാരും വീഡിയോയിൽ വരുന്നില്ല. വരുന്നിട്ട് എൻ്റെ കളിയാക്കണേ. അതാണ് ഇടയ്ക്ക് നമ്മളെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്, തെറ്റുന്നുണ്ട്. കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ലപോലെ മിക്സ് വെല്ല് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം നമ്മളതിൻ്റെ അവസ്ഥ അറിയാണ്ട് ഉണ്ടാക്കിയിട്ട്. അന്ന് ഞാൻ കായ വെച്ചൊക്കെ ഉണ്ടാക്കി, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ അതിലിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ട് മിക്സ് ചെയ്തിടാം. ഒറ്റയെടുപ്പ് വെച്ചു. കൂടുതൽ നേരം വെക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ. സമയം 6 മണിയൊക്കെ ആയി. കാരണം ഇനി ഒരുപാട് പണികളുണ്ട്. കുറച്ച് നേരം വെച്ചാൽ നന്നാവും, പക്ഷേ ഇപ്പം തന്നെ ഉണ്ടാക്കാം. ചട്ടി ചൂടാവട്ടെ. ആദ്യം നമുക്കിതൊന്ന് മറ്റേ നമ്മുടെ അല്ലേ ഉപ്പൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അത് നമുക്കിതിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിങ്ങനെ എടുത്തിടാം ഓരോന്നിനെ പിടിച്ചിട്ട്. എണ്ണ ഒഴിക്കട്ടെ. എടുത്താൽ നോക്കി ഇങ്ങോട്ട് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറന്നോ ആവോ ചോദിക്കുന്നോട്. ഇതിനൊക്കെ നമുക്ക് ഓയിലാട്ടപ്പത്തതിൽ നല്ലത്. എടുത്തിട്ട് നമുക്ക് തന്നെ കൈകൊണ്ടിടാം അല്ലേ, കൈകൊണ്ടിടാം. പോലെ എന്താ ഓരോന്നിട്ടാൽ മതി. സമയം നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട്
ആവട്ടെ. പിന്നെ എന്താ വെച്ചിട്ടാ, ഇതും നല്ല കട്ടൻ ചായ, നല്ല രസമുണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഏട്ടൻ്റെ മോള് അവൾ ഭയങ്കര ഇതാക്കുന്ന ചീത്ത പറയുക ഞാൻ ചായ അടിക്കുന്നിട്ട്. ഞാൻ ഭയങ്കര കട്ടൻ ചായയുടെ ഞാൻ പറയലില്ല, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എന്നെ ഉറങ്ങി വെച്ചാൽ എന്തായാലും ചായ കുടിച്ചാൽ ഒരു ഷാറുണ്ടാവുള്ളൂ. ഞാൻ ചായ കുടിക്കുമ്പോൾ അമ്മായി കട്ടൻ ചായ കുടിക്കൽ നിർത്തിക്കോളുണ്ടോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് വെച്ചാൽ ചായ ഇല്ലെങ്കിൽ വലിയ ഇപ്പം നീ വീട്ടം കഴിഞ്ഞു, ഇനിയിപ്പം നീ ഉണ്ടാക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാനൊന്നും കൂടെ ഉണ്ടാക്കിയാൽ. ഇതൊന്നായിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ, അത് കാണിക്കാം കേട്ടോ. ഉണ്ടാക്കിയത് ഇത്ര ഉണ്ടാക്കിട്ടോ, ഇത്ര തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ, കൂടുതൽ ഉണ്ടാക്കിയില്ല. കാരണം ചിലപ്പോൾ കളയേണ്ടിയില്ല, ഞാൻ തന്നെ തിന്നേണ്ടി വരും രസമല്ലെങ്കിലും വെച്ചിട്ട്. കിഴങ്ങിട്ടിട്ട് ഉണ്ടാക്കിയത് കേട്ടത്. ഇത് വഴുതനയുടെ ഞാൻ തന്നെ ചെയ്തോക്കട്ടെ. വഴുതനയുടെ സൂപ്പറാട്ടോ. വഴുതനങ്ങയോട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മക്കൾ കഴിക്കില്ല, ഇത് പറയാണ്ട് കൊടുക്കണം, അപ്പം കഴിക്കും. വഴുതന എന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ഉണ്ടാക്കിയതാണ്, ചിലപ്പോൾ രസമല്ലാറ്. സോസൊക്കെ വേണം, തക്കാളി സോസൊക്കെ ഉണ്ടെങ്കിൽ രസമാണ്. കിഴങ്ങ് കിഴങ്ങ് സൂപ്പറായിട്ട് വരുന്നുണ്ടോ. ഇതിൽ സോസ് വേണ്ടോ, രസമല്ല കേട്ടോ. അപ്പോൾ സംഭവം ഞാൻ അപ്പൊക്കെ വന്നിട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ വൈകുന്നേരം ആവാറായിരുന്നു, വിളക്ക് വെക്കണം. ചോറ് കുറച്ച് വെക്കണം, പിന്നെ ചിക്കൻ കൊണ്ടുവന്ന കറിയും കൂടെ വെക്കാം. പിന്നെ വിളക്ക് വയ്ക്കാൻ മേലെഴുതാനൊക്കെ നോക്കട്ടെ കേട്ടോ. ദീപം അപ്പോൾ അതാ വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഇനി അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇട്ടതാട്ടോ. പിന്നെ എന്താ വെച്ചിട്ടാ, ഇന്നലെ എൻ്റെ ചേച്ചിമാരൊക്കെ അമ്മായിൻ്റെ മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ഇപ്പം ഇന്നലെയൊക്കെയാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊക്കെ. അപ്പോൾ അവർക്കൊന്നും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിങ്ങനെ ഇതാകുമ്പോൾ അപ്പോൾ അവരെന്നെ പറഞ്ഞു ഭയങ്കര സന്തോഷമായി, എന്തായാലും നന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മനുഷ്യന്മാരല്ലേ നമ്മുടെയൊക്കെ ഒരു എത്ര എപ്പോഴാണ് തീരുമെന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാട്ടോ. പക്ഷേ അതിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ആക്റ്റീവായിട്ട് അങ്ങനെ നടക്കുകയാണ്. വരുമ്പോൾ കുറച്ചൊരു ഡൗൺ ആവും. ഇപ്പം ഇന്നലെ മിനിയാന്നൊന്നും വല്ലാതെ ഉറങ്ങാനൊന്നിനും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വയറുവേദനയും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിതൊരു സന്തോഷം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റ്, നല്ല നല്ല കമൻറ്റുകൾ, നല്ലതിട്ടാലും ചീത്തിട്ടാലും നമുക്ക് സന്തോഷം തന്നെ കേട്ടോ. കണ്ടുകൊണ്ടാണല്ലോ ഇപ്പം അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയിലും ഇത് നല്ലൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഓർക്കാൻ കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള സന്തോഷം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലാണ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. തെറ്റുകൾ എന്താണെങ്കിലും പറഞ്ഞൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.